നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. റോമ വാസ് ബേണിംഗ്, നീറോ വാസ് ഫിഡിലിംഗ് എന്ന് പറഞ്ഞ പോലെ റോമ സാമ്രാജ്യം കത്തിയെരിയുമ്പോൾ റോമ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തി നീറോ ചക്രവർത്തി വയലിൻ വായിക്കുകയായിരുന്നു, ഫിഡിൽ വായിക്കുകയായിരുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇതുപോലെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മലമ്പുഴയിൽ പലയിടത്തും കുണ്ടും കുഴിയും നിറഞ്ഞ് അപകടങ്ങൾ വരുത്തിവെക്കുന്ന വാർത്ത ഈ ചാനലിൽ പലതവണ കൊടുത്തിട്ടുള്ളതാണ്. പാലം പണി പൂർത്തിയാവാതെയും ഒത്തിരി പ്രശ്നങ്ങൾ ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നു. എന്നാൽ ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഇവിടെ ടാറിങ് നടന്നു വരികയാണ്. എന്നാൽ ടാറിങ് നടന്നു വരുന്നതിൽ തൃപ്തികരമല്ലെന്ന് നാട്ടുകാർ പറയുന്നു. വിശദവിവരങ്ങൾ നമുക്ക് കാണാം. മഴയത്ത് ടാറിങ് ചെയ്താൽ ടാറ് ശരിയായ രീതിയിൽ റോട്ടിൽ പിടിക്കുകയില്ല. കുറച്ച് കഴിഞ്ഞാൽ അത് അടർന്നു പോകുമെന്ന് ഇതിനോടനുബന്ധിച്ച് പരിചയമുള്ള കോൺട്രാക്ടർമാർ പറയുന്നു. എന്നിട്ടും ഇത് ചെയ്യുന്നു. റോഡുണ്ട്, ഈ റോഡ് പകുതി ചെയ്തവർ എന്നിട്ട് മുഴുവൻ ചെയ്തിട്ട് പകുതി ചെയ്തിട്ട് നിർത്തിക്കണം. പകുതി വരെ ഇപ്പുറം ചെയ്യണം, പാലിട്ടർ ചെയ്യാണ്ട് ഒരു ടാർ ഇട്ടിക്കണം. ഇപ്പോൾ ടാറിട്ട് കുഴപ്പമില്ല, പക്ഷേ വെള്ളം പോകണ്ടേ. അവിടെ അതിൽ വെള്ളം കൃത്യം പോകും. ഇവിടെ ചെറിയ ചാലാണ്, അവർ ചെയ്തിട്ടില്ല. എന്ത് കഴിക്കുമ്പോൾ അവർ വേണത് ചെയ്യേണ്ടത് പൈപ്പ് വാട്ടർ അതോറിറ്റിക്കാർ പൈപ്പ് മാറ്റിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ പറയണം. പിന്നെ അങ്ങനെയാണെങ്കിൽ എന്തിനും പിന്നെ ഫസ്റ്റ് അപ്പുറം ചെയ്ത് അത് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അത് ലാസ്റ്റ് പിന്നെ ചെയ്താൽ മതി ഒന്നിച്ചിട്ട്. അപ്പോൾ അവർ ചെയ്യില്ല പറയണത്, നിർത്തിക്കുന്നു പറഞ്ഞപ്പോൾ അവർ ചോദിച്ചപ്പോൾ അത് ഞങ്ങൾ ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ അത് ഏറ്റവും വെള്ളം പോയില്ല, അത് ഏറ്റവും മോശമായിട്ട് ചെയ്തു. അത്രേ പറയുള്ളൂ. അപ്പോൾ ഇതിന് ഈ റോഡ് പണിയിൽ തൃപ്തികരമല്ല. ഇപ്പോൾ ചെയ്ത് തൃപ്തികരമല്ല. എന്നുവെച്ചാൽ ഇത് മുഴുവാക്കാൻ ടാറിടാൻ പാടില്ലല്ലോ. അതായത് ഇപ്പോൾ ഈ പാലത്തിൻ്റെ അപ്പുറത്ത് കുണ്ടും കുഴിയൊക്കെ നിറഞ്ഞ് പലപ്പോഴും പിന്നെ നിർമ്മലമാലയത്തെ അധ്യാപകർ വീഴ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. മിനിങ്ങാന്ന് 3 ദിവസം ഒരു മണ്ണെടുത്തു, ഞാൻ തടുത്തു, പ്രശ്നം ഉണ്ടാക്കി. അപ്പോൾ SI മലമ്പുഴ പോലീസ് വന്നു, എന്താണ് ചോദിച്ചു. അപ്പോൾ ഞാൻ കാര്യം പറഞ്ഞു, സംഭവം ഇങ്ങനെ സാർ ഇങ്ങനെ മണ്ണെടുക്കുന്നത് അത് ശരിയായില്ല. ഇവർ റോഡ് ഒരു വർക്ക് ചെയ്യില്ല. ഈ റോഡിലാണ് നമ്മൾ വീണുകൊണ്ടിരിക്കുന്നത്, എപ്പോഴും കുണ്ടും കുഴിയാണ്. ഇവർ ചെയ്ത വർക്ക് ഒരു കൊല്ലം കഴിഞ്ഞു, ഇവർ ചെയ്യുന്നില്ല. ഞാൻ ഇന്ന് പോയപ്പോൾ ഇന്ന് ഓവർസ് കണ്ടത് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ഓവർസ് കണ്ടപ്പോൾ ഓവർസാണ് ഞങ്ങൾ മഴ കാരണം ചെയ്യാണ്ടിരുന്നപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ചെയ്യണം, അതാണ് കാരണം പറഞ്ഞത് ഞാൻ ചോദിച്ചപ്പോൾ. ഇപ്പോഴത്തെ പാലം ചെയ്യണം പകുതി, അവരിപ്പോൾ ചെയ്യില്ല എന്ന് പറഞ്ഞത്. ഈ സൈഡിൽ പാലം ചെയ്യുന്നില്ല. അവിടെ പാലമുണ്ട്. ആ പാലമുണ്ട്, അവിടെ പകുതി ചെയ്ത് നിർത്തിക്കാനിപ്പോൾ. അപ്പോൾ അവിടെ നിന്നുള്ള വെള്ളം വന്നാൽ പിന്നെ ഇങ്ങോട്ട് വെള്ളം പോയില്ല, അത് പ്രശ്നമാണ്. മൊത്തം ഈ പണിയിലൊരു നാട്ടുകാർക്ക് തൃപ്തികരമല്ല. നാട്ടുകാർ തൃപ്തികരമല്ല, ശരിക്കത് അറിയുന്നവർക്ക് മാത്രമേ അറിയൂ, സംഭവം അറിയും എന്താണെന്നാണ് ഇപ്പോൾ എൻ്റെ പ്രശ്നം. അവർ ചെയ്ത് എന്തായാലും ശരിയാണ്, ഒരുപാട് ചെയ്ത് ഒരുപാട് ചെയ്യേണ്ടി ശരിയല്ല എന്തായാലും. ഇപ്പോൾ ഈ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, അപ്പോൾ ആ സമയത്ത് ഒന്ന് സുഹൃത്തെങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കൂ. ആൾ മുങ്ങിപ്പോവാണ്. മഴ പെയ്യുമ്പോൾ ടാർ ചെയ്യുമ്പോൾ വെള്ളത്തിനിടയിൽ ഈ ടാർ അതിൽ പിടിക്കുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. നിങ്ങൾക്ക് പറയാനാവോ? ഏതെങ്കിലും തൊഴിലാളിക്ക് പറയാനാവോ? ഒരു തൊഴിലാളിയും മിണ്ടുന്നില്ല. ഇതായിട്ട് ബന്ധപ്പെട്ട് നോക്കി നിൽക്കുന്ന ആൾക്കാർ മെല്ലെ ഒഴിഞ്ഞു മാറുകയാണ് ഈ വാർത്തയിൽ നിന്നും. മഴവെള്ളം വീണാൽ ഈ ടാറ് യാതൊരു കാരണവശാലും ഇവിടെ പിടിക്കില്ല. പക്ഷേ അവർ മഴയത്തും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാട്ടിലെ വാർത്താ സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു.